വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അവർ സീക്രട്ട് എന്ന ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്താ ആവശ്യത്തിന് മേശ തുറന്നപ്പോഴാണ് അതിനുള്ളിലിരിക്കുന്ന സിയയ്ക്ക് വരച്ച ചിത്രം അവൾ കണ്ടത്. ഈ വർഷത്തെ ഫൈനൽ എക്സാം അടുക്കാറായിട്ടും ഇതുവരെ ഇത് സിയയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഷാദിയുമായുള്ള പിണക്കം തീർക്കാനും കഴിഞ്ഞില്ല. കെക്കയോട് നോ പറയേണ്ടത് എങ്ങനെയാണ് എന്നും എനിക്കറിയില്ല എന്നൊക്കെ അവൾ അപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഫൈനൽ എക്സാമിന് മുമ്പ് ആഞ്ജലിയോ ആ പരീക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ഈ പരീക്ഷയിലെ മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് അടുത്ത വർഷം സയൻസ് ആണോ ആർട്സ് ആണോ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ കഴിയുക. ഇക്കാര്യം എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായി പരീക്ഷ എഴുതണമെന്ന് അദ്ദേഹം ആശംസിക്കുന്നു. പരീക്ഷയ്ക്കിടയിൽ ഷിയാനെ ശ്രദ്ധിക്കുന്നുണ്ട്. എക്സാം കഴിഞ്ഞ് മടങ്ങുമ്പോഴും അവരുടെ പിണക്കം തീർന്നിരുന്നില്ല. ഷിയാൻ അച്ഛനൊപ്പമാണ് വീട്ടിലേക്ക് മടങ്ങിയത്. സിയയും സംഘവും അവൾക്ക് പുറകെ തന്നെ ഉണ്ടായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് സിയെ കുറേ സമയം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വെക്കേഷനിലിടയിലും സിയയും ഷിഷിയും കളിക്കാൻ ഒത്തുകൂടുമായിരുന്നു. ഒരു ദിവസം ഗ്രൗണ്ടിൽ വെച്ച് കണ്ടപ്പോൾ വെക്കേഷൻ ടൈമിലെ റോബോട്ട് കോൺടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഷിഷി സിയയോട് ചോദിക്കുന്നുണ്ട്. പ്രൈസ് കിട്ടിയതിൻ്റെ ആഘോഷവും നിന്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷനും കൂടി ഇന്ന് രാത്രി ഒരുമിച്ച് നടത്താമല്ലോ, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ എന്ന് ഷിഷി ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഷിയാനും അനിയനും കൂട്ടി അവർ ഇരിക്കുന്ന എതിർവശത്തായി വന്നിരിക്കുന്നത് അവർ കണ്ടത്. അവളും അവരെ കാണുന്നുണ്ട്. എനിക്കിവിടെ ഇരിക്കാൻ ഇഷ്ടമല്ല, ഞാൻ അപ്പുറത്തോട്ട് കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കോങ് അവിടെ നിന്ന് പോകുന്നു. നിനക്കും കുട്ടിബോധത്തിനും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഷിഷി പറഞ്ഞപ്പോൾ പ്രശ്നം അവളും അവളുടെ ഉള്ളിൽ അവളല്ലാത്ത അവളും ഞാനും തമ്മിലാണ് എന്ന് സിയെ പറയുന്നു. ഷിഷി അമ്പരപ്പോടെ നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്, മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ അവനോട് പറയുന്നു. ഷിയാൻ അവിടെ ഇരുന്ന് എന്തോ വരയ്ക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കളിക്കാൻ പോയ കോങ്ങിൻ്റെ കരച്ചിൽ കുറച്ചപ്പുറത്തുനിന്ന് കേൾക്കുന്നതിനാൽ വരച്ചുകൊണ്ടിരുന്നതെല്ലാം അവിടെ ഇട്ടിട്ട് അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ഓടുന്നു. രണ്ട് കുട്ടികൾ ചേർന്ന് കോങ്ങിനെ ഉപദ്രവിക്കുകയായിരുന്നു അവിടെ. അവൾ അവരെ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ട് അവനെയും കൊണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും സിയയും ഷിഷിയും പോയിരുന്നു. അവൾ അവനെയും കൊണ്ട് വീട്ടിലെത്തി കാലിൽ പരിക്ക് പറ്റിയെടുത്ത് മരുന്ന് വെച്ച് കൊടുക്കുന്നു. വീട്ടിനുള്ളിൽ പുലിയെ പോലെയാണ്, പുറത്തോട്ടിറങ്ങിയാൽ പിന്നെ എലിയും. നിനക്ക് അവരോട് തിരിച്ചെതിർത്തുകൂടായിരുന്നു, എന്നോട് കാണിക്കുന്ന മിടുക്കൊന്നും അവിടെ കണ്ടില്ലല്ലോ. രണ്ടിടത്ത് രണ്ട് സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് ഷിയാൻ കോങ്ങിനെ വഴക്ക് പറയുന്നുമുണ്ട്. അതിന് നിനക്കെന്ത് വേണം, നീയും എന്നെപ്പോലെ തന്നെയല്ലേ, വീട്ടിൽ ഭയങ്കര വഴക്കാളിയും സ്കൂളിൽ പഞ്ചഭാവമല്ലേ എന്ന് പറഞ്ഞ് അവളോട് വഴക്കിട്ട് കോങ് എഴുന്നേറ്റ് പോകുന്നു. സിയയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഷാദിയും ഷിഷിയും ഷെന്നും ഒത്തുകൂടുന്നു. കേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടും അത് കട്ട് ചെയ്യാൻ സമ്മതിക്കാതെ അവൻ ഷിയാനെ കാത്തിരിക്കുകയാണ്. അന്ന് പകൽ ഗ്രൗണ്ടിൽ വെച്ച് കണ്ടപ്പോൾ പാർട്ടിക്ക് വരണമെന്നും സ്ഥലവും ഒക്കെ അവൻ ഷിയാൻ കോങ്ങിനെ തിരിഞ്ഞു പോയ സമയത്ത് അവൾ വരച്ചുകൊണ്ടിരുന്ന പേപ്പറിൽ എഴുതി വെച്ചിരുന്നു. രാത്രി വീണ്ടും ആ പേപ്പർ എടുത്തപ്പോഴാണ് ഷിയാനത്തെ കണ്ടത്. അവൾ വേഗം സിയയ്ക്ക് നൽകാൻ അവസരം കിട്ടാതെ വെച്ചിരുന്ന നെബുല മാപ്പ് ഒരു ബോക്സിലാക്കി അതുമെടുത്തുകൊണ്ട് അവിടേക്ക് ഓടുന്നുണ്ട്. ഇനി എത്ര നേരം കൂടി കാത്തിരിക്കണം എന്ന് ചോദിച്ച് ഷെന്നും മറ്റും അസ്വസ്ഥരായപ്പോൾ ഇനി കാത്തിരിക്കേണ്ട, നമുക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സിയെ കേക്ക് കട്ട് ചെയ്യാൻ തയ്യാറാകുന്നു. മെഴുകുതിരി ഊതി അണയ്ക്കുന്നതിന് മുമ്പ് കണ്ണുമടച്ച് വിഷ് ചെയ്തപ്പോൾ അവൻ പ്രാർത്ഥിച്ചത് താൻ ആ പേപ്പറിൽ എഴുതിയ മെസ്സേജ് ഷിയാൻ കണ്ടു കാണണമെന്നായിരുന്നു. പക്ഷേ ഷിയാൻ എത്തിയപ്പോഴേക്കും പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയിരുന്നു. ഒഴിഞ്ഞ മുറിയിലേക്ക് നോക്കി അവൾ നിരാശയോടെ നിൽക്കുമ്പോൾ സിയെ പതുക്കെ എവിടെ എത്തി, നീ വന്നു അല്ലേ എന്ന് ചോദിക്കുന്നത് കേട്ട് അവൾ തിരയുന്നു. ഞാൻ ലേറ്റായിപ്പോയി, ബാക്കി എല്ലാവരും എവിടെയെന്നവൾ ചോദിച്ചപ്പോൾ അവരെല്ലാം കരോക്കെ റൂമിലേക്ക് പോയി എന്നവൻ പറയുന്നു. നീ പിന്നെ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നവൾ ചോദിച്ചപ്പോൾ എനിക്കിതൊക്കെ ബോറടിച്ചു, അതുകൊണ്ടാണ് എന്നാണ് അവൻ പറഞ്ഞത്. അവൻ തന്നെ പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്നത് എന്നവൾക്ക് അറിയാമായിരുന്നു. അവൾ സോറി പറഞ്ഞപ്പോൾ സോറി എന്തിനാണ്, എന്നോട് വഴക്കിട്ട് പിണങ്ങിയിരുന്നതിനോ അതോ ബർത്ത്ഡേ പാർട്ടിക്ക് എത്താൻ കഴിയാതിരുന്നതിനോ എന്നവൻ ചോദിക്കുന്നു. രണ്ടിനും കൂടിയാണ് എന്നവൾ പറഞ്ഞപ്പോൾ ശരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ നീ അതിന് പരിഹാരമായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നവൻ വീട്ടിൽ ചോദിക്കുന്നു. നിന്റെ അടുത്ത ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ഉറപ്പായും വന്നിരിക്കും എന്നവൾ വാക്ക് കൊടുത്തപ്പോൾ അതുവരെ കാത്തിരിക്കുന്നത് എന്തിനാണ്, ഇപ്പോഴും എൻ്റെ ബർത്ത്ഡേ തന്നെയല്ലേ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ഒരു കഷ്ണം കേക്കിന് മുകളിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുന്നു. അവൾ സന്തോഷത്തോടെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് കയ്യിൽ കരുതിയിരുന്ന ഗിഫ്റ്റ് അവന് നൽകുന്നു. സിയ അപ്പോൾ തന്നെ അത് തുറന്നു നോക്കുന്നുണ്ട്. അവൾ വരച്ച നെബുല മാപ്പിൻ്റെ ഒറിജിനാലിറ്റി ശരിക്കും അവനെ അമ്പരപ്പിക്കുന്നുണ്ട്. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവൻ നന്ദി പറയുന്നു. ക്യാൻഡിൽ ഊതി അണച്ച് കഴിഞ്ഞപ്പോൾ നിന്റെ ബർത്ത്ഡേ വിഷ് എന്തായാലും അത് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നവൾ പറഞ്ഞപ്പോൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് പറയുന്നു. എന്തായിരുന്നു ആഗ്രഹം എന്നവൾ ചോദിച്ചപ്പോൾ അത് ഞാൻ പറയില്ല, അതെൻ്റെ സീക്രട്ടാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുതിയ ഫോൺ അവൻ അവൾക്ക് സമ്മാനിക്കുന്നു. ഇത്ര വില കൂടിയ ഗിഫ്റ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവൾ അത് തിരികെ കൊടുത്തപ്പോൾ ഇതിന് അത്ര വിലയൊന്നും ആയില്ല, കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു മത്സരത്തിൽ പങ്കെടുത്തിരുന്നു, അന്ന് എനിക്ക് പ്രൈസ് കിട്ടിയതാണിത് എന്നവൻ പറയുന്നു. എന്നാലും എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞവൾ വീണ്ടും തിരികെ കൊടുത്തപ്പോൾ എങ്കിൽ പിന്നെ നീ വരച്ച ചിത്രം എനിക്ക് വിലയ്ക്ക് തന്നതാണെന്ന് കരുതിയാൽ മതി, ഈ ഫോൺ അതിൻ്റെ വിലയായി എടുത്തോളാൻ അവൻ പറയുന്നു. എൻ്റെ ചിത്രം വിൽക്കാനും വേണ്ടി മൂല്യമുള്ളതൊന്നുമല്ല എന്നവൾ പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല, അതിൻ്റെ മൂല്യം എല്ലാവരും അറിയുന്ന ഒരു ദിവസം ഉറപ്പായും വരും, നീ എന്തായാലും തൽക്കാലം ഈ ഫോൺ കയ്യിൽ വെച്ചോ, നിനക്ക് പുതിയ ഫോൺ കിട്ടുമ്പോൾ തിരികെ തന്നാൽ മതി, നീയുമായി കോൺടാക്റ്റ് ഇല്ലാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നവൻ പറയുന്നു. അവൻ അത്രയൊക്കെ നിർബന്ധിച്ചപ്പോൾ ഷിയാൻ അത് വാങ്ങുന്നുണ്ട്. വീട്ടിലെത്തി ഉറങ്ങുന്നതിന് മുമ്പ് അവൾ അതെടുത്ത് പരിശോധിക്കുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ അതിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന സിയയുടെ നമ്പറിലേക്ക് കോൾ പോകുന്നു. അവൻ്റെ കയ്യിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നതിനാൽ അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. ഞാൻ അറിയാതെ കീ പ്രസ് ആയതാണ് എന്ന് പറഞ്ഞവൾ ഉടൻ തന്നെ കോൾ കട്ട് ചെയ്യുന്നു. സില്ലി ഗേൾ എന്ന് പറഞ്ഞ് സിയെ ചിരിക്കുന്നുണ്ട്. ഷിയാന് വീട്ടിലറിയാതെ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ടെൻഷൻ ഉണ്ടെങ്കിലും സിയെ ഫോൺ നൽകിയതിൻ്റെ സന്തോഷവുമുണ്ട്. അടുത്ത ദിവസം തന്നെ രാവിലെ അലാറം അടിച്ചപ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവൾ തിരിഞ്ഞു കിടന്നുറങ്ങുമ്പോഴാണ് മുറിക്ക് പുറത്തുനിന്ന് നീ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് അച്ഛൻ വിളിച്ച് ചോദിക്കുന്നത്. വെക്കേഷൻ അല്ലേ, ഞാൻ കുറച്ചു നേരം കൂടി കിടക്കട്ടെ എന്നവൾ പറഞ്ഞപ്പോൾ
അച്ഛൻ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നിട്ട് വെക്കേഷൻ കഴിഞ്ഞത് നീ അറിഞ്ഞില്ലേ, ഇന്ന് സ്കൂൾ തുറക്കുമല്ലേ എന്ന് ചോദിക്കുന്നു. ഷിയാൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. വേഗം റെഡിയായി വാ, ബ്രേക്ക്ഫാസ്റ്റ് മേശപ്പുറത്തുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അച്ഛൻ വാതിലടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഫോണിൽ എന്തോ മെസ്സേജ് വന്ന ശബ്ദം കേൾക്കുന്നത്. എന്താണ് ശബ്ദം എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഷിയാൻ ഫോൺ പെട്ടെന്ന് തലയിണക്കീഴിൽ ഒളിപ്പിച്ച് ക്ലോക്കിലെ അലാറത്തിൻ്റെ ശബ്ദമാണെന്ന് പറയുന്നു. അച്ഛനത് വിശ്വാസമായില്ലെങ്കിലും അദ്ദേഹം റെഡിയായി വരാൻ പറഞ്ഞ് വാതിലടച്ചു പോകുന്നു. തൽക്കാലം രക്ഷപ്പെട്ടു വന്ന ആശ്വാസത്തോടെ ഷിയാൻ ഫോൺ എടുത്ത് മെസ്സേജ് നോക്കുന്നു. ഞാൻ താഴെ നിൽപ്പുണ്ട്, നമുക്ക് ഒരുമിച്ച് സ്കൂളിലേക്ക് പോകാമെന്ന് സിയെ മെസ്സേജ് അയച്ചിരിക്കുന്ന കണ്ട് അവൾ സന്തോഷത്തോടെ വേഗം റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും എടുത്ത് താഴേക്ക് ചെല്ലുന്നു. സിയ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മിക്കവാറും ലേറ്റാകും എന്നവൻ കുറ്റപ്പെടുത്തിയപ്പോൾ സോറി, ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയി എന്ന് അവൾ പറയുന്നു. രണ്ടുപേരും കയ്യിൽ കരുതുന്ന ഭക്ഷണം പരസ്പരം കൈമാറുന്നുണ്ട്. ഇന്ന് സ്കൂൾ തുറക്കുമെന്ന കാര്യം നീ മറന്നുപോയി നടക്കുന്നതിനിടയിൽ അവൻ ചോദിക്കുന്നു. വെക്കേഷൻ തീർന്നായി തോന്നുന്നില്ല എന്നവൾ പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഇയർ ആണ്, ആർട്സും സയൻസും സെലക്ട് ചെയ്യാനുള്ള സമയം എടുത്തു വരുന്നു എന്നവൻ പറയുന്നു. എന്തിനാണ് ജീവിതത്തിൽ ഇത്രയധികം ചോയ്സുകൾ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ഷിയാൻ മടിയോടെ പറയുന്നുണ്ട്. അവൾ സ്കൂളിലെത്തി ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ നിന്റെ മാത്സ് ഹോംവർക്ക് ഒന്ന് തരുമോ എന്ന് ചോദിച്ച് ഷിഷി ഓടി സിയയുടെ അടുത്തെത്തുന്നുണ്ട്. സിയ ഷിയാനോട് നിന്റെ ബുക്കൊന്ന് കൊടുക്കാൻ പറയുന്നത് കേട്ട് നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ, അത് നന്നായി, നമ്മുടെ ഡെസ്ക്മേറ്റുമായി എപ്പോഴും നല്ല ബന്ധം സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ഷിഷി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നീ വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വേസ്റ്റ് ബിന്നിലിടും എന്ന് അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഷാദി പാസ് ചെയ്ത് പോകുന്നു. ഷിഷി വേഗം അവളുടെ പുറകെ ഓടുന്നുണ്ട്. ഷാദി നിന്നോട് പിണങ്ങാൻ എന്താണ് കാരണമെന്ന് സിയെ ഷിയാനോട് ചോദിക്കുന്നു. ആ ലെറ്റർ കാരണമാണ് എന്നവൾ പറഞ്ഞപ്പോൾ അതിൻ്റെ കാര്യം മിണ്ടരുതെന്ന് സിയെ പറയുന്നു. എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നവൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആഞ്ജലിയു കാര്യമായി മാത്സ് പഠിപ്പിക്കുകയാണ്. മിക്ക കുട്ടികളും മുറക്കം തൂങ്ങി ബുക്കിലേക്ക് നോക്കിയിരിക്കുകയാണ്. സിയെ ഷിയാന് ആ പ്രോബ്ലംസ് ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡ് പറഞ്ഞു കൊടുക്കുന്നു. സെക്കൻഡ് ഇയറിലെ മാത്സ് ഒക്കെ നീ നേരത്തെ എങ്ങനെ പഠിച്ചു എന്നവൾ ചോദിച്ചപ്പോൾ മാത്സ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്തപ്പോൾ ഇതെല്ലാം ആവശ്യമുണ്ടായിരുന്നു, അതിനുവേണ്ടി പഠിച്ചതാണെന്ന് അവൻ പറയുന്നു. കുട്ടികളുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഇല്ലാതിരിക്കുന്ന കണ്ട് ആഞ്ജലിയു ഡെസ്കിൽ തട്ടി ശബ്ദമുണ്ടാക്കി എല്ലാത്തിനെയും വിളിച്ചുണർത്തിയിട്ട് എല്ലാവരും ഇരുന്ന് ഉറങ്ങിക്കോ, ക്ലാസ് ഡിവൈഡ് ചെയ്യാനുള്ള എക്സാം എടുത്തെന്ന കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. ശിശി പിന്നെയും ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ട് സാർ അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. വെക്കേഷനായിട്ട് പോലും ഞാൻ വീട്ടിലിരിക്കാതെ ഇവിടെ വന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ് എടുക്കുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ്, നിങ്ങളുടെ പോർഷൻ വേഗം തീർത്താൽ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടട്ടെ എന്ന് കരുതിയാണ് എന്നൊക്കെ പറഞ്ഞ് ആഞ്ജലിയു അവരെ വഴക്ക് പറയുന്നുണ്ട്. വൻവനോട് ക്ലാസ് ഡിവൈഡ് ചെയ്യാനുള്ള ഫോം വിതരണം ചെയ്യാൻ പറഞ്ഞിട്ട് അടുത്ത പീരീഡ് ഫിസിക്സ് ആണ്. ആ പീരീഡ് കഴിയുമ്പോഴേക്കും എല്ലാവരും നന്നായി ആലോചിച്ചിട്ട് ക്ലാസ് ഡിവിഷനുള്ള ഫോം ഫില്ല് ചെയ്ത് തരണം എന്നുകൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. പോകുമ്പോൾ സിയോട് കൂടെ ചെല്ലാൻ പറയുന്നതിനാൽ അവൻ എഴുന്നേറ്റ് പോകുന്നു. ഷിയാൻ ഷാദിയുമായുള്ള പിണക്കം തീർക്കാൻ അവളെ വിളിച്ചെങ്കിലും അവൾ കേൾക്കാത്ത മട്ടിൽ വൻവൻ്റെ പേരും വിളിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. സാരമില്ല, അവൾ അങ്ങനെയാണ്, തന്നെ വന്നോളും എന്ന് പറഞ്ഞ് ഷിഷി ഷിയാനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അടുത്ത് തന്നെ നടക്കാനിരിക്കുന്ന ഒരു മാത്സ് കോമ്പറ്റീഷനിൽ സിയയുടെ പേര് കൊടുത്തിട്ടുണ്ട് എന്നവനെ അറിയിക്കാനാണ് ആഞ്ജലിയു അവനെ പുറത്തേക്ക് വിളിപ്പിച്ചത്. നീ മുമ്പ് പങ്കെടുത്തിട്ടുള്ള മത്സരങ്ങൾക്കാരിൽ കുറച്ചുകൂടി ടഫാണ്, ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ തരാം, ഇതിൽ നിനക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ നിന്റെ കോളേജ് അഡ്മിഷൻ്റെ കാര്യത്തിന് കൂടുതൽ സഹായകരമായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അവർ സംസാരിക്കുന്നത് വെൻ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഷിയാൻ ഷാദിയുടെ ഡെസ്കിൻ്റെ അടുത്തുകൂടി നടക്കുമ്പോൾ ക്ലാസ്സിൽ ഓടി കളിച്ചുകൊണ്ടിരുന്ന രണ്ട് ചെക്കന്മാരുടെ തട്ടുകൊണ്ട് മുന്നോട്ടാഞ്ഞ അബദ്ധത്തിൽ അവളുടെ കൈ തട്ടി മേശപ്പുറത്തിരിക്കുന്ന ഷാദിയുടെ ഡയറി താഴെ വീഴുകയും ഷിയാൻ അത് അറിയാതെ ചവിട്ടി നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്തു ചെയ്യണമെന്നറിയാൻ ഷിയാൻ ആ ഡയറി താഴെ നിന്നെടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന ഷിഷി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, അത് ഷാദിയുടെ ഫേവറേറ്റ് ഡയറിയാണെന്ന് പറയുന്നു. അപ്പോഴേക്കും വൻവനൊപ്പം പുറത്തു പോയിരിക്കുക എന്ന് ഷാദിയും മടങ്ങിയെത്തുന്നു. ഷിയാൻ്റെ കയ്യിലെ കീറിയ ഡയറി നോക്കിയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, സോറി എന്ന് ഷിയാൻ പറഞ്ഞെങ്കിൽ ഷാദി ഒന്നും പറയാതെ തിരിഞ്ഞോടുന്നു. ഷിയാനും അവൾക്ക് പുറകെ ഓടുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് സിയെ ക്ലാസ്സിലേക്ക് കയറി വന്നത്. എന്ത് പറ്റിയെന്ന രീതിയിൽ അവൻ ഷിഷിയെ നോക്കുന്നുണ്ട്. വാഷ്റൂമിൽ പോയി നിന്ന് കരയുകയായിരുന്നു ഷാദി. ഷിയാൻ അവിടെ ചെന്ന് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിത്തരാമെന്ന് അവളോട് പറയുന്നു. നിനക്ക് എങ്ങനെ അത് കിട്ടും, എൻ്റെ അച്ഛൻ ജപ്പാനിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് എന്ന് ഷാദി പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് ഷിയാൻ പറയുന്നു. നീ കെക്കയുടെ ലെറ്ററിന് പകരം ചെയ്തതുപോലെ അതുപോലത്തെ പുതിയൊരു ഡയറി വാങ്ങി അതിലെ കണ്ടൻറ്റ് അതിലേക്ക് എഴുതി വയ്ക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് ദേഷ്യത്തിൽ ചോദിച്ച് ഷാദി ടോയ്ലറ്റിനുള്ളിൽ കയറി കഥ കടച്ച് അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു. അത്രയുമായപ്പോഴേക്കും ഷിയാനും കരച്ചിൽ വരുന്നു. അവൾ ബാത്റൂമിൻ്റെ വാതിലിനടുത്തേക്ക് ചെന്ന് കരയില്ലേ ഷാദി, എന്നോട് ക്ഷമിക്കണം, അന്ന് ഞാൻ ചെയ്തത് തെറ്റാണ്, നീ കരയല്ലേ, എനിക്കും കരച്ചിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നെ ശല്യപ്പെടുത്താതെ നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ, നിനക്കെന്നോട് ഒട്ടും ഇഷ്ടമില്ല, നീ കെക്കയുടെ അടുത്തേക്ക് പോയിക്കോ, അവളല്ലേ നിൻ്റെ ഫ്രണ്ട്, എനിക്ക് എന്നൊക്കെ ഷാദി കരച്ചിലിടയിൽ അകത്തുനിന്ന് വിളിച്ചു പറയുന്നു. നീയും എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, ആ കത്ത് കാരണം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടായെന്നറിയാമോ, നീ എന്നോട് പിണങ്ങി, സിയയും എന്നോട് പിണങ്ങി, ഞാൻ ഈ സ്കൂളിൽ ആദ്യം വന്ന സമയത്തെ ദിവസങ്ങളാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്, ഞാൻ ശരിക്കും ഒരു ഭീരുവാണെന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് ശരിക്കും നല്ല ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ ഫ്രണ്ടായിരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, നിനക്കെന്നോട് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ ഷിയാനും കരഞ്ഞുകൊണ്ട് അവളോട് ചോദിക്കുന്നു. അത്രയൊക്കെ കേട്ടപ്പോഴേക്ക് ഷാദി വാതിൽ തുറന്നിറങ്ങി വരുന്നുണ്ട്. ഷിയാൻ സന്തോഷത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നു. ആ ജന്മശത്രുക്കളെ പോലെ അങ്ങോട്ട് പോയവർ കളിച്ച് തിരിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് മടങ്ങി വരുന്നത് കണ്ട് ഷിഷി അത്ഭുതത്തോടെ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ പിണക്കം മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷാദി അവൻ്റെ തട്ട് കൊടുത്തിട്ട് നിന്റെ വായ അടച്ചു വെക്കാൻ പറഞ്ഞ് സീറ്റിലേക്ക് ഇരിക്കുന്നു. പിണക്കം മാറിയോ എന്ന് സിയയും ഷിയാനോട് ചോദിക്കുന്നു. അവളോട് സോറി പറയാൻ എനിക്ക് ഇത്രയും കാലം വേണ്ടി വന്നു എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ നിനക്ക് ഒരാളോട് സോറി പറയാനൊക്കെ അറിയാമോ, എന്നിട്ട് എന്നോട് പിണക്കം തീർക്കാൻ മാത്രം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ,
എല്ലാം എൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് സിയെ നെടുവേർപ്പെട്ടപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഷിയാൻ പറയുന്നു. എന്ത് വ്യത്യാസമെന്ന് ചോദിച്ചവൻ അവളെ നോക്കിയെങ്കിലും അവൾ മറുപടി പറയാതെ നോക്കിയിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ വഴക്കിട്ടാൽ എന്നെയും അതുപോലെ തന്നെ പരിഗണിച്ചേ പറ്റൂ എന്ന് സിയെ പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നു. പിണക്കമൊക്കെ മാറിയതിനാൽ അന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കുന്നുണ്ട്. ക്ലാസ് ഡിവിഷൻ്റെ കാര്യത്തെക്കുറിച്ച് അവർ അപ്പോൾ ചർച്ച ചെയ്യുന്നു. ഷിഷി സയൻസാണ് തിരഞ്ഞെടുത്തത് എന്നറിഞ്ഞപ്പോൾ എങ്കിൽ ഞാനും സയൻസ് തന്നെ എടുക്കും എന്ന് ഷാദി പറയുന്നു. നീ എന്നെ ഫോളോ ചെയ്ത് വരികയാണോ എന്ന് ഷിഷി കളിയാക്കിയപ്പോൾ അതുകൊണ്ടൊന്നുമല്ല, ഷൻസി ആർട്സാണ് എടുക്കുന്നത്. അവൾക്കൊപ്പം ഒരേ ക്ലാസ്സിൽ വരാൻ എനിക്കിഷ്ടമല്ല എന്ന് ഷാദി പറയുന്നു. പെൺകുട്ടികൾക്ക് ആർട്സ് തന്നെയാണ് നല്ലത്. ഷൻസിക്ക് നല്ല ദീർഘവീക്ഷണമുണ്ട്. നീ സയൻസ് എടുക്കുകയാണെങ്കിൽ നിനക്ക് കുട്ടിഭൂതത്തെ പിരിയേണ്ടി വരുമല്ലോ എന്ന് ഷിഷി ചോദിക്കുന്നു. നീ ആർട്സാണ് എടുക്കുന്നതെന്ന് ഷാദി ഷിയാനോട് ചോദിക്കുന്നു. ഞാനിതുവരെ തീരുമാനിച്ചില്ല, ഞാൻ ചിലപ്പോൾ സയൻസ് എടുത്തേക്കുമെന്ന് ഷിയാൻ മറുപടി പറയുന്നു. എങ്കിൽ സയൻസ് തന്നെ എടുക്ക്, സിയെ നിനക്ക് മാത്സ് പഠിപ്പിച്ചു തരും എന്ന് ഷിഷി പറഞ്ഞപ്പോൾ എനിക്കെപ്പോഴും അവൻ്റെ സഹായം ചോദിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് എന്നെ തന്നെ നല്ല വിശ്വാസമുണ്ടെന്ന് ഷിയാൻ ഗമയിൽ പറയുന്നു. അവരങ്ങനെ ജോളിയായി സംസാരിച്ചിരിക്കുമ്പോഴാണ് കെക്കെ ലഞ്ചും കയ്യിൽ പിടിച്ച് അവിടെ എത്തിയിട്ട് നീ മറന്നു കാണുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, എനിക്കപ്പം ലഞ്ച് കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നല്ലേ എന്ന് ഷിയാനോട് ചോദിക്കുന്നത്. ഷാദിക്ക് അവളെ കണ്ടപ്പോഴേ അരിശം കയറുന്നുണ്ട്. ഇന്നിനി ഇവിടെ ഞങ്ങൾക്കൊപ്പം ഇരിക്കാൻ പറഞ്ഞ് ഷിയാൻ അവൾക്ക് കൂടി സീറ്റ് കൊടുക്കുന്നു. ഈ പെൺകുട്ടി ഏതാണെന്ന് ഞങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്ന് ഷിഷി പറഞ്ഞപ്പോൾ ഷാദി അവൻ്റെ കാലിൽ നല്ല ചവിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കെക്കെ സിയെ വിളിച്ചിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കെക്കെയാണ്, ഞാനാണ് ആ ലെറ്റർ നിനക്ക് അയച്ചത് എന്ന് അവൾ പറയുന്നു. ഷിയാൻ അതൊന്നും കേൾക്കുന്നില്ല എന്ന മട്ടിൽ തല കുനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എനിക്കറിയാമെന്ന് സിയെ പറഞ്ഞപ്പോൾ ഞാൻ ലെറ്റർ തന്നെന്ന് കരുതി ഞാൻ നിൻ്റെ പുറകിനൊന്നും വരാൻ പോകുന്നില്ല, നിൻ്റെ ഡെസ്ക്മേറ്റ് നിന്നേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് കെക്കെ ഷിയാനെ നോക്കി പറയുന്നു. ആഹാ, കുട്ടിഭൂതം ഇപ്പോൾ മറ്റുള്ളവരുടെ അടുത്തും ഫേമസ് ആയി തുടങ്ങിയോ എന്ന് ഷിഷി കളിയാക്കി പറഞ്ഞപ്പോൾ ഷാദി വീണ്ടും അവൻ്റെ കാലിനിട്ട് ചവിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മതിയാക്കുകയാണെന്ന് പറഞ്ഞ് സിയെ എഴുന്നേറ്റ് പോയപ്പോൾ ഷിഷിയും അവൻ്റെ ഒപ്പം എഴുന്നേറ്റ് പോകുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഞങ്ങളെ ശല്യം ചെയ്യുന്നത്, നിനക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നു കൂടെ എന്ന് ചോദിച്ച് ഷാദി കെക്കയോട് ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ നിൻ്റെ അടുത്തല്ലല്ലോ വന്നിരുന്നത്, ഷിയാനൊപ്പമല്ലേ, നിനക്കിഷ്ടമില്ലെങ്കിൽ എഴുന്നേറ്റ് പോയിക്കോ എന്ന് കെക്കെ പറയുന്നു. ഞാൻ എങ്ങും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷാദി ഷിയാൻ്റെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ കെക്കെ മറ്റേ കയ്യിൽ പിടിച്ചിട്ട് ഞാനും ഇവളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവളെ മാത്രമല്ല സിയെയും പിന്നെ അവിടെ ഇരുന്ന ഷിഷയും എല്ലാം ഞാൻ വലവിശി പിടിക്കുമെന്ന് കെക്കെ വാശിയോടെ പറയുന്നു. ഷാദി വീണ്ടും എതിർത്ത് എന്തൊക്കെയോ പറയാൻ തുടങ്ങിയപ്പോൾ ഷിയാൻ അവളെ സമാധാനിപ്പിച്ചിട്ട് നീ ക്ലാസ്സിലേക്ക് പോയിക്കോ, ഞാൻ ഇവളോട് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് ഉടനെ വരാമെന്ന് പറയുന്നു. ഇനി അവൾക്ക് പുതിയ പ്രോമിസ് ഒന്നും കൊടുത്തേക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഷാദി എഴുന്നേറ്റ് പോകുന്നു. ഷാദി പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഷിയാൻ അവളെയും കൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. ഇവിടെ വേറെ ആരുമില്ലല്ലോ, നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കെക്കെ ചോദിച്ചപ്പോൾ ഷിയാൻ അവളോട് സോറി പറയുന്നു. നീ എന്തിനാണ് സോറി പറയുന്നത്, ഞാനല്ലേ സോറി പറയേണ്ടത്, എനിക്ക് പെൺകുട്ടികളുമായി കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ബോയ്സുമായാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാറുള്ളത്. ആ ഉദ്ദേശത്തിൽ തന്നെ സിയെയുമായി അടുക്കാനാണ് ഞാൻ ആദ്യം നിൻ്റെ അടുത്തത് വന്നതും. പക്ഷേ നീ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നി, മാത്രമല്ല സിയെ അടുത്ത് കണ്ടിട്ട് അവനൊരു ബോറനാണെന്ന് തോന്നുന്നു, എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമല്ല എന്ന് കെക്കെ പറയുന്നു. അവൻ അത്രയ്ക്ക് ബോറനൊന്നുമല്ല എന്ന് ഷിയാൻ ചിരിയോടെ പറഞ്ഞപ്പോൾ അവനേക്കാൾ ഭേദമായി എനിക്ക് തോന്നിയത് ഷിഷിയാണ്, ഞാൻ അവരുമായി കൂട്ടുകൂടിയാലെന്ന് ആലോചിക്കുകയാണെന്ന് കെക്കെ പറയുന്നു. അത് വേണ്ട, ഷാദിക്ക് നിന്നോട് പിന്നെയും ദേഷ്യം കൂടത്തേ ഉള്ളൂ എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ്, കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് കെക്കെ എഴുന്നേറ്റിട്ട് നിൻ്റെ മുടി മുന്നിലേക്ക് വെട്ടിയിട്ടാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാക്കും എന്നവളോട് പറയുന്നു. ഷാദി മുമ്പ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ആവാൻ കഴിയുമെന്നാണ് എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കെക്കെ പോകുന്നു. ഷിയാൻ ക്ലാസ്സിൽ മടങ്ങിയെത്തിയപ്പോൾ നിനക്ക് എന്താണ് അവളുമായി ഇത്രയ്ക്ക് സംസാരിക്കാനുള്ളത് എന്ന് സിയെ അവളോട് ചോദിക്കുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ കൊള്ളാം, ഒരു ലെറ്റർ നിങ്ങളെ ഫ്രണ്ട്സ് ആക്കിയോ, മറ്റുള്ളവർക്ക് റിലേഷൻസ് ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് എത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല, എന്തായാലും എനിക്ക് അവളോട് ഒട്ടും താല്പര്യമില്ല, ഇനി അവളുടെ പേരും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കരുത് എന്ന് സിയെ പറയുന്നു. അവൾക്ക് എന്താണ് കുഴപ്പം, അവൾ നല്ല പോപ്പുലർ ആണല്ലോ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പോപ്പുലർ ആയവരോടൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പോയാൽ പിന്നെ എനിക്ക് വേറൊന്നും സമയമുണ്ടാകില്ല എന്നവൻ പറയുന്നു. സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഷിയാൻ പറഞ്ഞത് കേട്ട് സിയെ ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.